ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി ഒരു BDF റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതുപോലത്തെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ബീഫാണ്. ഇത്ര ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് പീസ് മുറിച്ചെടുക്കാനായിട്ട്. നമുക്കിത് വേവിച്ച് കഴിഞ്ഞിട്ട് ഇത് സ്ലൈസ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഏറെ ഒരു സ്പൂൺ അടുത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് വേകാനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ശകലം വെള്ളം തളിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആ ഒരു മസാല അതിലേക്ക് പുരട്ടിയെടുക്കണം. നമുക്ക് ബീഫ് ഒന്ന് ഇനി കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഓരോ ബീഫിനനുസരിച്ച് അതിൻ്റെ വിസിലിൻ്റെ എണ്ണത്തിന് വ്യത്യാസം വരും. ഞങ്ങളുടെ ബീഫ് ഒരു 5 വിസിൽ വേണ്ടി വന്നു അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. നമുക്കിതിപ്പോൾ തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിലുള്ള ആ ഒരു കൊഴുപ്പൊക്കെ ഇറങ്ങി ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബീഫിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ ആറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള സൈസിൽ നമുക്കത് സ്ലൈസ് ചെയ്തെടുക്കാം. ഞങ്ങളിപ്പോൾ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ചെറിയ ഒരു വീതി കുറഞ്ഞ രീതിയിൽ പീസസ് എല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി വലിപ്പം വന്നു കഴിഞ്ഞാൽ അതിന് വ്യത്യാസങ്ങളുണ്ടാവും. അതുകൊണ്ട് ഏകദേശം ഒരുപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായി നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ ആണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിലിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂണെങ്കിലും മുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പറിൻ്റെ പൗഡറാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ അധികം ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത വറ്റൽമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഏറെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു വറ്റൽമുളകിൻ്റേത്. ഒരു മിക്സിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് കുറച്ച് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ചിലവർക്ക് ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫിൻ്റെ പീസസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് ഏറെ സമയം നമ്മളിത് ആ ഒരു മസാലയ്ക്കകത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമ്മളിതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു എല്ലാ സാധനങ്ങളും ഈ ഒരു മീറ്റിലേക്ക് നന്നായിട്ട് പിടിച്ചു വരത്തുള്ളൂ. പിന്നെ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ഈ ഒരു മസാല ഇതിൽ നിന്ന് വിട്ടു പോകാനുള്ള ഒരു ചാൻസും ഇല്ല. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് എണ്ണ ചൂടായെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ ബീഫിൻ്റെ പീസസ് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് നമ്മൾ സിമ്മിലാക്കണം. ഇത് ആ ഒരു സിമ്മിലിരുന്ന് നന്നായിട്ട് വേവണം. കാരണം ഓൾറെഡി നമ്മൾ ബീഫ് കുക്ക് ചെയ്തതാണ്. എങ്കിലും നല്ല ആ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഇതിൽ എണ്ണയിൽ നന്നായിട്ട് ഇടേണ്ടതായിട്ടുണ്ട്. ഫ്ലെയിം കൂടുതലിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളത് സിമ്മിലിട്ട് തന്നെ നന്നായിട്ട് മുരിച്ചെടുക്കണം. സ്പൈസസ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ ഈ ഒരു ഫ്രൈ ആക്കുന്നതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്ന ആ ഒരു എന്താ പറയുക, ചില്ലിക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി നന്നായിട്ട് ഇടിച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം.
ആദ്യത്തെ സൈഡ് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിട്ട് കൊടുക്കാവുള്ളൂ. കാരണം അടുത്തത് തിരിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു വെളുത്തുള്ളി വേവാനായിട്ടുള്ള സമയമുണ്ട്. അപ്പം നമ്മൾ ആ ഏകദേശം ഹാഫ് പോർഷൻ വേവാകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഫസ്റ്റ് സൈഡ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പം നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇനി സെക്കൻഡ് സൈഡും കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. ഏകദേശം നമ്മൾ വറുത്ത് കോരാനുള്ള സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയുടെ സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമുക്കത് കൊത്തി വരും കേട്ടോ. ഇപ്പോൾ ആ ഒരു പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയും കൂടെ സ്മെല്ലും കൂടെ വരുന്നപ്പോഴത്തേക്ക് ഒന്നും പറയാനില്ല. നമുക്ക് എന്താ പറയുക, വായിക്കകത്ത് കൂടെ ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ നമ്മുടെ BDF റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതൊരു ഏകദേശം വാങ്ങാറാകുമ്പോഴാണ് നമ്മൾ ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം കറിവേപ്പില ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും, നല്ല മൊരിഞ്ഞിട്ട്. ആ ഒരു കണക്കാകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ബീഫ് നമുക്കിതിലേക്ക് കോരിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ BDF നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ക്രിസ്പായിട്ടുണ്ട്. അപ്പം നമുക്കിതെല്ലാം നമുക്ക് കോരി നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് എണ്ണ വാർന്നു പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ BDF ഇതാ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി BDF റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബായ്.